എന്തായും ചെടികളില്ലെങ്കിലും എന്തുണ്ടാവും ഒരുവിധ ആൾക്കാരുടെ വീട്ടിലൊക്കെ എന്താ ഈ അലോവേര കൽത്തറവാഴ ഉണ്ടാവും അല്ലേ. അതെന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അതായത് ജനറേഷന് എന്താ പറയുക അധികം സൗന്ദര്യം, ആരോഗ്യം, ഹെയർ സ്റ്റൈൽ എന്നീ കാര്യങ്ങളൊക്കെ അധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം അവർ ഉള്ള സ്ഥലം ഇല്ലെങ്കിലും, അതായത് സ്ഥലം ഇല്ലെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും, ഉള്ള ചെടിച്ചട്ടിയിലോ ഉള്ളൊരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ഈ കറ്ററവാഴ നടാറുണ്ട്. ഈ പല ആൾക്കാരും ഇത് നടുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് നട്ട് പോരലേക്കാരം. അതായത് നട്ടതിന് ശേഷം അധികം ശ്രദ്ധിക്കൂല, കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ നമ്മൾ നട്ട് പോകുന്നതിന് ശേഷം എന്താ പറയുക, തണ്ടുകൾക്ക് ചില ആരോഗ്യം ഉണ്ടാവില്ല. തണ്ടുകൾക്ക് ചില അതായത് ഉറപ്പൊന്നും കാര്യമുണ്ടോ, പെട്ടെന്ന് ചീഞ്ഞ് പോവുക, പെട്ടെന്ന് അതേപോലെ അധികം ചുവപ്പ് കളർ അധികം വരിക, അതിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊക്കെ നട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നട്ട് അത് കംപ്ലൈൻ്റ് ആയി പോയി. പിന്നെ അതേമാതിരി രണ്ടാമത് നട്ട് അതും കംപ്ലൈൻ്റ് ആയി പോയി. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കേടുന്ന് പോയി. രണ്ടാമത് നട്ടത് ചീഞ്ഞ് പോയേക്കാണ്. പിന്നെ മൂന്നാമത് ഞാൻ വേറെ സ്ഥലത്ത് നട്ട് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ച് നട്ട് അപ്പോൾ കറക്റ്റായിട്ട് വളരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം. ഞാൻ അത് നട്ട് ജസ്റ്റ് ഞാൻ വീട്ടിലൊരു പറമ്പിലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രം നട്ടതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇതാ ഞാൻ നട്ടത് ഇതെങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ടയർ, അതായത് ബൈക്കിന് ടയർ എടുത്തിട്ട് അത് ഒരു ആഴത്തിലൊരു കുഴി കുഴിച്ച്, എന്നിട്ട് അതിൽ നട്ടേക്കാണ്. അതാ അതിൽ ആഴത്തിലൊരു കുഴി കുഴിച്ച് അതിൽ നട്ടേക്കാണ്. അത് ഞാൻ 3 വെച്ചിട്ടുള്ളൂ. ഇതിൽ അങ്ങനെ നടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇത് വേര്, അതായത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ തണ്ടിങ്ങനെ അവസാനത്തെ തണ്ടിങ്ങനെ എടുത്തുകൊണ്ട് വെക്കും. നമ്മൾ ഏറ്റവും വലിയ തണ്ടായിക്കര എടുക്കുക. അപ്പോൾ അത് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വേരിങ്ങനെ ഉയർന്നു വരും. ഉയർന്നിങ്ങ് വരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് എന്താവും, ഇതിൻ്റെ വേര് മണ്ണ് താഴത്തും ഇത് മുകളിലായി വരും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തീരെ ഉറപ്പില്ലാതെ ആടാൻ തുടങ്ങും. നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാലോ പൊട്ടിയ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, മണ്ണിട്ടെടുത്താൽ മതി. അതായത് ഈ നമ്മൾ എടുക്കാൻ വെച്ച് കുറച്ച് ഉയർന്നു കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് മണ്ണിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നിരപ്പിലായി വരും, കറക്റ്റ് ലെവലായി വരും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതുപോലെ അതായത് കുഴി കുഴിച്ചിട്ട് ഇങ്ങനെ ആക്കാനുള്ള കാരണം. നമ്മൾ അതായത് കറ്റാർവാഴ നമ്മൾ എന്ത് ചെയ്യും, നഴ്സറിയിൽ നിന്നോ എവിടെ നിന്നൊക്കെ നമ്മൾ കണ്ടെയ്നറിലാക്കി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വീട്ടിൽ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ അതായത് നടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യും, ഏറ്റവും നല്ലത് നമ്മൾ ജലാംശം പെട്ടെന്ന് വലിഞ്ഞു പോകണ്ടല്ലോ. അതായത് ജലാംശം വലിഞ്ഞു പോകാൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കെട്ടി നിൽക്കാത്ത വെള്ളമൊക്കെ, അതായത് മണ്ണാണ് ഏറ്റവും ബെറ്റർ, അതായത് നല്ലത്. അതായത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലായി കഴിഞ്ഞാൽ കാരണം അത് ചീഞ്ഞു പോകും. ചീഞ്ഞു പോകാനുള്ള കാരണം പറഞ്ഞാൽ ഈ കറ്റാർവാഴയിൽ എന്ത് ചെയ്യണം, കൂടുതൽ ജലാംശം ഇറങ്ങിയുള്ള സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ജെല്ലൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾ ജെല്ല് കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ എന്ത് ചെയ്യും, അധികം ജലാംശം അടങ്ങിയ സസ്യമായതുകൊണ്ട് അധികം വെള്ളമുള്ള സ്ഥലത്ത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ചീഞ്ഞ് പോകും. അപ്പോൾ ആ ചീഞ്ഞ് പോകുന്ന തടയാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യും, അധികം വെള്ളം ഇല്ലാത്തത്, അതായത് വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന തരൽ മണ്ണായിക്കര ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഇനി കണ്ടെയ്നറിലോ അതേമാതിരി ചെടിച്ചട്ടിയിലൊക്കെ ഇടുമ്പോൾ ഏറ്റവും നല്ലത് 8 മുതൽ 12 ഇഞ്ച് വലിപ്പമുള്ള ഒരു കണ്ടെയ്നർ എടുക്കാൻ ഏറ്റവും ബെറ്റർ. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ളത് എന്താ പറയൽ, നമ്മൾ അതിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിലും അത് നടുമ്പോഴും അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയൽ, നമ്മൾ വെള്ളം കണ്ടെയ്നറിലൊക്കെ ഒഴിച്ചിടുമ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത് ചെയ്താൽ, അങ്ങനെയാണോ നമ്മൾ ഈ ജലാംശം വലിഞ്ഞു പോകാനുള്ള ദ്വാരങ്ങൾ, അതായത് നമ്മൾ വലിഞ്ഞു പോകാനുള്ള തുളകളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം, അതായത് ഉണ്ടാക്കി കൊടുക്കണം. അതിൽ ജലാംശം തീരെ നിൽക്കാൻ പാടില്ല. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് കണ്ടെയ്നറിൽ കണ്ടെയ്നറിൻ്റെ ഏറ്റവും ബെറ്റർ, അതായത് എത്തറിൽ നമ്മളെ ഈ മൺചട്ടിനോടൊക്കെ ഉണ്ടാക്കിയ കളിമണ്ണ് ചട്ടിനോടൊക്കെ ഉണ്ടാക്കിയ ഈ ചെടിച്ചട്ടി ഉണ്ടാവല്ലോ, അതായത് ഒന്നുകൂടി ബെറ്റർ. അതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെടിച്ചട്ടിനെ ഒരുവിധം വലിച്ചെടുക്കും. അപ്പോൾ ജലാംശം തീരെ കുറവായിരിക്കും. അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ ഇതിനു വേണ്ടി വളങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അധികം ഒരിക്കലും കൊടുക്കരുത്. അധികം കൊടുത്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പിന്നെ ഇതിനായിട്ടുള്ള വളങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നഴ്സറിയിൽ, അതുപോലെ ഈ നമ്മൾ നഴ്സറി പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, അതുപോലത്തെ സ്ഥലത്തൊക്കെ ഉണ്ടാവും. അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും, അതായത് ജസ്റ്റ് കുറച്ച് കൊടുക്കുക. നമ്മളൊക്കെ വീട്ടിലുള്ള എന്താണോ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരിക്കലും അധികം ആവരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറയാം,
നമ്മൾ സൂര്യപ്രകാശം, അതായത് ഇതിന് ഏറ്റവും നല്ലത് നല്ല വെളിച്ചം, അതായത് വെളിച്ചം ചൂടും അത്യാവശ്യമാണ് ഇതിന്. അതായത് ജലാംശം അടങ്ങിയതായതുകൊണ്ട് സൂര്യപ്രകാശം നല്ല ആവശ്യമാണ് ഇതിന്. പിന്നെ സൂര്യപ്രകാശം നേരിട്ടുള്ളത് അത്ര നല്ലതല്ല. അതായത് നേരിട്ട് നല്ലതല്ല എന്ന് പറയാൻ കാരണം, നേരിട്ട് നമ്മൾ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില കറ്റാർവാഴയൊക്കെ കാണാൻ ചുവപ്പായിട്ടും മഞ്ഞായിട്ടും കളറിങ് വ്യത്യാസം, അതിൻ്റെ തണ്ടുണ്ടല്ലേ, തണ്ടിനൊക്കെ കളർ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ഡയറക്റ്റ് എന്തായും ചൂട് തട്ടിയിട്ടേക്കാം, അതായത് സൂര്യൻ്റെ വെളിച്ചം ഡയറക്റ്റ് വന്നിട്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ താപനില എന്ന് പറഞ്ഞാൽ 55 ഡിഗ്രി മുതൽ 85 ഡിഗ്രിയാണ് ഇതിൻ്റെ എത്തറല്, ഈ കറ്റാർവാഴൻ്റെ എത്തറല്, ഈ ഈ ടെമ്പറേച്ചർ, അതായത് ഉണ്ടാകേണ്ട ഈ കാലാവസ്ഥ ടെമ്പറേച്ചർ. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, നമ്മൾ ഡയറക്റ്റ് ചൂട് സൂര്യൻ തട്ടാത്ത രീതിയിൽ, എന്നാറ്റേ വെളിച്ചം സൂര്യൻ വേണം. അതായത് അധികം തണലും അധികം വെയിലും ഇല്ലാത്തൊരു ഏരിയ, അങ്ങനത്തെ സ്ഥലത്താണ് ഇത് കാര്യമായിട്ട് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അതായത് അധികം ഇപ്പോൾ നിങ്ങളെ പ്രദേശം, അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, അതായത് കൂടുതൽ ചൂടുള്ള സ്ഥലമാണെങ്കിൽ, എന്ത് ചെയ്യും, അവിടെ ആഴ്ചയിൽ 2 പ്രാവശ്യങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ശരാശരി ചൂട് ഏകദേശം നമ്മളെ ഈ സാധാരണ ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഇവിടെ, അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് നമ്മൾ നട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ ജലാംശം പൂർണ്ണമായി വെറ്റി ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുക. അങ്ങനെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒഴിക്കുക. അത് അങ്ങനെ ഫുൾ വറ്റിയതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം അങ്ങനെ കൂടുതലായിട്ട് ഒഴിക്കുക. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഒക്കെ നട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ തണ്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഏത് താഴത്തുള്ള തണ്ട് ആദ്യം, അതായതുള്ള തണ്ട് കുറേ വണ്ണവും കാര്യങ്ങളും നീളമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം അത് ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പം ഏത് താഴത്തുനിന്ന് മുതൽ കട്ട് ചെയ്യാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവിടെ പിന്നെ അത് ചെയ്യാൻ തുടങ്ങും, കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങും അങ്ങനെ കുറേ കഴിയുമ്പോൾ. അപ്പോൾ താഴത്തുനിന്ന് കട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്യണ ഈ ഇത്തരത്തിൽ കറ്റാർവാഴ ഉണ്ടല്ലോ, നമ്മൾ ഒരു 5 or 6 ഇതുകൾ, അതായത് തണ്ടുകൾ ഉണ്ടായിരിക്കണം. ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതിന് ഈ 5 or 6 തണ്ട് ഇല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം, അതായത് സൂര്യപ്രകാശത്തിൻ്റെ സംശ്ലേഷണം എന്ന് പറയും അതന്നെ, അത് ഇത്തരത്തിൽ നടത്താൻ കഴിയില്ല, കുറവായിരിക്കും. അതുകൊണ്ടാണ് 5 or 6 തണ്ടോ അതിനെന്ത് ചെയ്യും അവിടെ നിർത്തണമെന്ന് പറയാനുള്ള കാരണം. ഒരു കറ്റാർവാഴൻ്റെ ഏകദേശം ഹൈറ്റ് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ മുതൽ, അതായത് 50 സെൻറ്റിമീറ്റർ വരെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിനെ മാറ്റി കുഴിച്ചിടുകയാണെങ്കിൽ, അതായത് മാറ്റി തൈ നടുമല്ലോ, നമ്മൾ അതിൻ്റെ വിത്ത് വന്നതിന് ശേഷം, തൈ വന്നതിന് ശേഷം നമ്മൾ മാറ്റി വിടുമ്പോൾ ഏകദേശം 50 സെൻറ്റിമീറ്റർ എങ്കിലും നമ്മൾ അകലം പാലിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അതിൻ്റെ തൈയൊക്കെ വന്നതിന് ശേഷം നമ്മൾ മാറ്റി കുഴിച്ചിടുമ്പം ഏകദേശം 50 സെൻറ്റിമീറ്റർ എങ്കിലും അകലം പാലിക്കണം. ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ അകലം പാലിച്ചാൽ മതി. പിന്നെ ഉള്ളത്, അതായത് അതിൻ്റെ ആയുസ് ഏകദേശം 5 വർഷത്തിൻ്റെ അടുത്ത് വരെ ആയുസ്സുണ്ട് ഒരു തൈക്ക്. അങ്ങനെ ഒരു കറ്റാർവാഴ തൈമൽ നിന്ന് നമുക്ക് ഏകദേശം 3 കിലോനടുത്തോളം വരെ വിളവ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാനത് കറക്റ്റല്ല, ഞാനതങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞതാണ് വിളവ് കിട്ടുന്നുള്ളത്. ഈ കാരണം ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചില്ല, ഞാനത് നോക്കി പറയുമ്പോൾ എല്ലാം കൂടി പറയണമല്ലോ. അതുകൊണ്ടാണ് 3.5 കിലോത്തോളം, അതായത് 3 കിലോളം ഒരു തൈമന്ന്, അത് 5 വർഷം കൊണ്ട് കിട്ടുന്നതാണ് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയത്. അപ്പോൾ ആയുസുണ്ട്. പിന്നെ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള കാര്യമാണ്. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് വളം മാത്രം യൂസ് ചെയ്താൽ മതി. അധികം പരിചരണങ്ങളും കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല അധികം.